പണ്ടൊരു നാട്ടിൽ രണ്ട് മരം വെട്ടുകാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് രാമു, മറ്റാളുടെ പേര് ദാമു. ഇതിൽ രാമു എന്ന മനുഷ്യൻ നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. അതുപോലെ തന്നെ ദാമു എന്ന മനുഷ്യൻ വളരെ വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ രാമു കാട്ടിൽ മരം വെട്ടാൻ പോയി. മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ നിന്നും മഴു വെള്ളത്തിൽ വീണുപോയി. സങ്കടപ്പെട്ട രാമു വനദേവതയോട് താണുകയാണ് പ്രാർത്ഥിച്ചു. രാമു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ദേവത പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഒരു സ്വർണ്ണ മഴു എന്തിനാണ് കരയുന്നത് രാമനോട് ചോദിച്ചു. രാമു പറഞ്ഞു, എൻ്റെ മഴു കളഞ്ഞു പോയി. അപ്പോൾ വനദേവത ഉടനെ പോയി ഒരു സ്വർണ്ണ മഴു കൊണ്ടുവന്ന് രാമനോട് ചോദിച്ചു, ഇതാണോ നിൻ്റെ മഴു? അപ്പോൾ രാമു പറഞ്ഞു, ഇതല്ല എൻ്റെ മഴു. അപ്പോൾ വീണ്ടും ഒരു വെള്ളി മഴു കൊണ്ടുവന്നിട്ട് രാമനോട് ചോദിച്ചു, ഇതാണോ നിൻ്റെ മഴു? അപ്പോൾ രാമു വീണ്ടും പറഞ്ഞു, ഇതല്ല എൻ്റെ മഴു. പിന്നെ അവസാനം രാമു വീണ്ടും കരഞ്ഞു തുടങ്ങിയപ്പോൾ വീണ്ടും യഥാർത്ഥ മഴു കൊണ്ടുവന്നപ്പോൾ രാമു പറഞ്ഞു, ഇതാണ് എൻ്റെ മഴു. അങ്ങനെ രാമുവിൻ്റെ സത്യസന്ധത കണ്ട് നമ്മുടെ ദേവത വളരെ സന്തോഷം കൊണ്ട് എല്ലാ മഴും അവന് തിരിച്ചു കൊടുത്തു. അങ്ങനെ രാമു 3 മഴവുമായി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ രാമുവിനെ കണ്ട് ദാമു നടന്ന സംഭവമെല്ലാം ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് 3 മഴ കിട്ടിയത്? അപ്പോൾ രാമു ദാമുവിനോട് ഉണ്ടായ സത്യമെല്ലാം പറഞ്ഞു. വനദേവത പ്രത്യക്ഷപ്പെട്ട് ദാമുവിനെ കൊടുത്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ അത്യാഗ്രഹിയായ ദാമു കാട്ടിലേക്ക് 3 മഴവിനായി പോയി. അപ്പോൾ ചീത്ത മനുഷ്യൻ ദാമു അതെ കാട്ടിലേക്ക് പോകുന്നു. സ്വന്തം മഴ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ ഇതിന് കരയാൻ തുടങ്ങി. അപ്പോൾ വനദേവത പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ വനദേവത പ്രത്യക്ഷപ്പെട്ടു ദാമുവിനോട് ചോദിച്ചു, എന്താണ് ദാമു പ്രശ്നം? എൻ്റെ മഴ വെള്ളത്തിൽ വീണുപോയി. വനദേവതയുടെ കള്ളത്തരം മനസ്സിലാക്കിയ ദാമു വനദേവതയോട് ചോദിച്ചു, അല്ല തെറ്റിപ്പോയി. വനദേവത ദാമുവിനോട് ചോദിച്ചു, ദാമുവിന്റെ കള്ളത്തരം മനസ്സിലാക്കിയ വനദേവത ദാമുവിനോട് ചോദിച്ചു, ഇതാണോ നിന്റെ മഴ? ദാമുവിന്റെ കള്ളത്തരം മനസ്സിലാക്കിയ വനദേവത ദാമുവിനോട് ചോദിച്ചു, ഇതാണോ നിന്റെ യഥാർത്ഥ മഴ? അപ്പോ ദാമു പറഞ്ഞു അല്ല. അപ്പോൾ വനദേവത വെള്ളി മഴ കൊണ്ട്, ദാമു ഇതാണോ നിന്റെ മഴ? അല്ല. പിന്നെ സ്വർണ്ണ മഴ കൊണ്ട്, ദാമു ഇതാണോ അത്യാഗ്രഹിയായ ദാമു പറഞ്ഞു, ഇത് തന്നെ എന്റെ മഴ. ആദ്യം വിജയപ്പനെടുക്ക്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ദാമുവിനെ പരീക്ഷിക്കാനായി വനദേവത ആദ്യം സ്വർണ്ണമഴ കൊടുത്തു ചോദിച്ചു, രാമു ഇതാണോ നിന്റെ മഴ? രണ്ടാമത് ചോദിച്ചു, വെള്ളിമഴ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദാമുവിനെ പരീക്ഷിക്കാനായി ഒരിക്കൽ വനദേവത പ്രത്യക്ഷപ്പെട്ടു. ആദ്യം ദാമുവിന്റെ യഥാർത്ഥ മഴ കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, ദാമു ഇതാണോ നിന്റെ യഥാർത്ഥ മഴ? അപ്പൊ ദാമു എല്ലാന്ന് പറഞ്ഞു. വീണ്ടും വനദേവത പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു, ഒരു വെള്ളി മഴ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ദാമു ഇതാണോ നിന്റെ മഴ? അപ്പൊ ദാമു പറഞ്ഞു, അല്ല, ഇതല്ല എന്റെ മഴ. അവസാനം വനദേവത ഒരു സ്വർണ്ണ മഴ കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, ദാമു ഇതാണോ നിന്റെ മഴ? ദാമു പറഞ്ഞു, ഇത് തന്നെയാണ് എന്റെ മഴ എന്ന് ദാമു വീണ്ടും പ്രഖ്യാപിച്ചു. ദാമുവിന്റെ കള്ളത്തരം മനസ്സിലാക്കിയ വനദേവത 3 മഴവും ദാമുവിന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങി. തോന്നക്കൽ പഞ്ചായത്തിലെ അങ്ങനെ ദുഷ്ടനായ മഴുവിന് ഒരു കള്ളത്തരം കാണിക്കാൻ ശ്രമിച്ച ദാമുവിന് 1 മഴവും കിട്ടണ്ടായി. അവസാനം 1 മഴവും കയ്യില്ലാതെ ദാമു വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് നടന്നുപോയി. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെന്ന് വച്ചാൽ, ദാമു ഒരു ദുഷ്ടനും രാമു ഒരു നല്ലവനുമാകുന്നു. ഈ കഥയുടെ ഗുണപാഠം, മരം ഒരു വരം.